ഗൈസ്, ഇപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത പോലെ ചൂടല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തണ്ണിമത്തൻ മേടിച്ച് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ച തണ്ണിമത്തനാണ് കേട്ടോ. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായത്. സംഭവം പഴുത്തിട്ടില്ലായിരുന്നു, ഒട്ടും മധുരമില്ലായിരുന്നു. നമ്മൾ കാശ് കൊടുത്ത് കഴിച്ച സാധനമല്ലേ, അങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ. എന്നാൽ പിന്നെ മൊഹബത്ത് കാ സ്ക്രിബത്തേൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പീസാക്കിയതൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പം ഞാനതിൻ്റെ മണ്ടഭാഗം കട്ട് ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, എൻ്റെ മുഖഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും പാലും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, തണ്ണിമത്തനേക്കാളും കൂടുതൽ അതിലുണ്ടായിരുന്നത് കുരുവായിരുന്നു. എല്ലാം ഒന്നും നമ്മൾ പറക്കി മാറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് കുരു മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പറക്കി മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം. കുറച്ച് പഞ്ചസാര, കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഐസ് ക്യൂബ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം തണ്ണിമത്തൻ നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ്. അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് ഓൾറെഡി ഒഴിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്ത് കുറച്ച് പാലും പഞ്ചസാരയും കൂടി ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിക്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്താ ഒരു രസം. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണ് കേട്ടോ, നല്ല മധുരമുണ്ട്, അടിപൊളി. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് നമ്മളിനി വെച്ചേക്കുന്നതെല്ലാം കൂടി നമുക്കിനി തണ്ണിമത്തൻ്റെ തൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് പറ്റിച്ചോ കാണിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഉച്ച സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുള്ള തണ്ണിമത്തനാണെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് നോക്കിയിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.